സരിക്കിലേക്ക് വരാൻ നേരത്ത് സരിക്കിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ എസ്പെഷ്യലി നോട്ട് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റൈലിംഗ് ചെയ്യുന്ന ഒരു ഇത് സാരി ഡ്രേപ്പിംഗ് സ്റ്റൈല് ശരിക്കും ഒരു സാരി ഡ്രേപ്പിംഗ് സ്റ്റൈല് ശരിക്കും സാരി സ്റ്റൈലിങ്ങിലേക്ക് വരുമ്പോൾ എത്രത്തോളം അത് രണ്ടും കൂടി എത്ര കണക്റ്റാണ് ശരിക്കും ഡ്രേപ്പിങ്ങും സാരി സ്റ്റൈലിങ്ങും തമ്മിൽ? അത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് ആ ഒരു ഇൻഫർമേഷൻ ഞാൻ കൊടുക്കുകയാണ്. ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡ്രേപ്പ് ചെയ്യേണ്ടാവും, ചിലപ്പോൾ അത് അഴിച്ചിട്ടുണ്ടാവും. പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. ഇപ്പോൾ അഴിച്ചിടേണ്ട സാരിയാണെങ്കിൽ അത് അഴിച്ചിട്ടാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഡ്രേപ്പ് ചെയ്യേണ്ട സാരിയാണെങ്കിൽ ഇത് ഡ്രേപ്പ് തന്നെ ചെയ്ത് തന്നെ ഇടണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സ്റ്റൈലിങ്ങും അതിൻ്റെ ഒപ്പം കൊണ്ടുപോകേണ്ട സ്റ്റൈലിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില സാരിക്ക് അധികം ഓർണമെൻറ്റ്സിനൊന്നും ആവശ്യം ഉണ്ടാവില്ല, ഭയങ്കര സിമ്പിൾ ആയിരിക്കും, പക്ഷെ സാരിയിൽ ആ ലുക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. സോന ഇപ്പം വേറെ ഞാനിപ്പോൾ ഒരു സുന്ദരിയാണ്, ആ ബ്ലൗസിൽ ഞാൻ ആ ഒരു വ്യത്യാസം കൊണ്ടുവന്നുകൊണ്ട് എനിക്കിനി പ്രത്യേകം അതിനൊരു വേണൊരു കമ്മലിടാം. പക്ഷെ അത് ഓവറായിപ്പോൾ എല്ലാം നമ്മുടെ ഇതാണ്. അത് നമ്മളതിനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്നുള്ള നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭയങ്കര ആർഭാടുള്ള സാരിയിൽ എല്ലാം മാലയും വളയൊക്കെ വാരി ഇടുന്നതിൽ അതൊരു ഭംഗിയല്ല. സാരിയുടെ ബ്യൂട്ടിയെ ചിലപ്പോൾ പോവും. സാരിയുടെ ബ്യൂട്ടിയെ പോവും. ചിലപ്പോൾ അതെനിക്ക് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ്. പക്ഷെ കുറച്ച് ആൾക്കാർക്ക് അത് അറിയില്ല. ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്, കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഇങ്ങനെ ആയിരിക്കും നല്ലത്, ഏതായിരിക്കും നല്ലതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൂടെ വേണ്ടി ഡെഫിനറ്റ്ലി അമൃത ഈ വീഡിയോ ഒക്കെ ഹെൽപ്ഫുൾ ആവില്ല, ഉറപ്പായിട്ടും. അതായത് ഈ സാരി നമ്മൾ മേടിക്കാൻ നേരത്തെ ഓൺലൈൻ നിങ്ങൾ സ്റ്റോഴ്സിൽ നിന്ന് മേടിക്കാൻ നേരത്തെ ആളുകൾ സ്റ്റൈലിങ്ങിനെ പറ്റിയും കൂടുതലും ചോദിക്കും. ഏത് കളറായിരിക്കും, എനിക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, ഏത് കളറാ പറ്റുക, എങ്ങനെയായിരിക്കും ചേച്ചി ഇത് സ്റ്റൈൽ ചെയ്താൽ നല്ലതായിരിക്കുക, ഇത് അഴിച്ചിടണോ, പ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ എനിക്കിത് കൂടുതലായിട്ട് എല്ലാവർക്കും എത്തിക്കാൻ പറ്റുമല്ലോ.